ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിന് സന്തോഷമായിരിക്കുന്നല്ലോ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസിയാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ സാക്ഷ്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. തന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസി അമ്പിളിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വളരെയധികം സ്നേഹത്തോടു കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസി ജോയ്സ് ആന്റിക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? കർത്താവിൽ സന്തോഷമായിരിക്കുന്നോ? കർത്താവിൽ സന്തോഷമായിരിക്കുന്നെങ്കിൽ വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഒന്ന് പറഞ്ഞാട്ട്. ഞാനിപ്പോ ആയിരിക്കുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ്. വെമ്പായം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ജോലി ആയിരിക്കുന്നത്. എനിക്ക് വീട്ടില് ഭർത്താവുണ്ട്, അമ്മയുടെ ഒരമ്മയുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണെന്ന് അറിയുവാൻ ഇടയായി തീർന്നു. കർത്താവ് നിങ്ങളുടെ വേല പ്രവർത്തനങ്ങളെ ഒക്കെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനത് കാരണമായി തീരട്ടെ. ഓക്കെ സിസ്റ്റർ, ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ, വാഴ്ത്തുന്നപ്പ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രിയപ്പെട്ട സഹോദരിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, ദൈവകൃപ നിറച്ചാട്ട്, കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിക്കാനുള്ള കൃപ കൊടുത്താട്ട്, വായോടും നാവോടും അങ്ങ് കൂടെ ഇരുന്നാട്ടെ. ഈ സാക്ഷ്യത്തിലൂടെ കർത്താവെ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. അനേകരെ കർത്താവിലേക്ക് നയിക്കപ്പെടുവാൻ കർത്താവ് ഇതൊരു മുഖാന്തരമാക്കി തീർത്താട്ട് ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ അമ്പിളിയും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ നമുക്ക് കേൾക്കാം. അതിനായിട്ടുള്ള സമയം ഞാൻ പ്രിയപ്പെട്ട സഹോദരിക്ക് നൽകി തരികയാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ജീവിതാനുഭവങ്ങളെ സ്വത്രം ഈ മീഡിയയിലൂടെ സ്വത്രം പ്രസ്താവിപ്പാൻ എനിക്ക് ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനായി ഏതിനുള്ള ക്രമീകരണങ്ങളെ വരുത്തിയ കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. പ്രാരംഭമായിട്ട് സ്വത്രം എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് അല്പമായി സംസാരിപ്പാൻ, എന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന്റെ നന്ദി അറിയിക്കുവാൻ, അതെന്റെവർക്ക് ആശ്വാസം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. എന്റെ ജനനം സ്വത്രം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലായിരുന്നു. എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ 5ാമത്തെ മകളായി ജനിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഞങ്ങൾ 6 പേരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ 6 പേരുണ്ട്. എന്റെ ഇളയത് ഒരു ആങ്ങളയാണ്. ഞങ്ങള് 5 സഹോദരിമാർക്ക് ഒരു ആങ്ങളയാണ്. എന്റെ മാതാപിതാക്കൾക്ക് 1, 2, 3 ഇങ്ങനെ 4 പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടായിരുന്നു. 5ാമത്തത് ഒരു ആണായിരിക്കും, ഒരു ആൺകുഞ്ഞായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും 5ാമത് ജനിച്ചതും ഒരു പെൺകുഞ്ഞായിരുന്നു. അത് സ്വത്രം അവർക്ക് അതിൻ്റെതാവുന്ന നിരാശകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സ്വത്രം ദൈവം നിർണയിച്ചത് നിവർത്തിയിരിക്കും. അതൊക്കെ കൊണ്ടിടയായി തീർന്നു. സ്വത്രം 1976 കർത്താവ് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് കുടുംബത്തില് മാതാപിതാക്കൾക്ക് 5ാമത്തെ മകളായി എനിക്ക് ജനിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. സ്വത്രം ആ സമയത്തൊക്കെയും ഞങ്ങൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ദൈവത്തെ അറിയാതെ ആയിരുന്നു. എന്നാൽ കൃപയാൽ സ്വത്രം ആ കാലഘട്ടത്തിൽ വളരെ പ്രയാസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും സ്വത്രം ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുവാനിടയായി തീർന്നു. ദൈവമില്ലാത്ത ഒരു കുടുംബത്തിൽ സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പിതാവ് തിരിഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. മദ്യപാനത്തിന് ശേഷം ഞാൻ ജനിച്ച് 1ാം ക്ലാസ് പഠിക്കുന്നപ്പോഴും ആ സമയം പോലും എനിക്ക് ഓർമ്മയുള്ളത് മദ്യപിച്ച് വരുന്ന ഒരു പിതാവിനെയായിരുന്നു. സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പോലും ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുകളെ നേരിട്ടുകൊണ്ടേയിരുന്നു. കടന്നു വന്ന പിതാവ് ജോലി ചെയ്ത് പകൽ മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ടുവരുന്ന വഴിയിൽ കുടിച്ച് സ്വത്രം ഒരു സഞ്ചിക്കകത്ത് കുറെ സാധനങ്ങൾ ഉണ്ടായിരിക്കും. എപ്പോഴും കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് 6 പേർക്കും ഓരോ മുട്ടായി
അന്നത്തെ കാലത്തൊക്കെ 5 പൈസയുടെ മുട്ടായി, 5 പൈസയുള്ള ഒരു മുട്ടായി ആയിട്ടാണ് വരുന്നത്. ആ സ്നേഹം ആ ഉള്ളിലുണ്ടെങ്കിലും ഈ മദ്യപാനത്തിന്റെ ആ അഡിക്ഷനുള്ളില് സ്വത്രം ഈ സ്നേഹം മറന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കടന്നു വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ പിന്നെ അടിയാ. ഇവിടെ അത് പഠിക്കുവാനുള്ള ഒരു സമയം, ആ സമയത്തിനുള്ളിൽ പിതാവ് വന്നിരിക്കും. ആ സമയത്ത് നമ്മളെ അഗ്നിയായിട്ടുള്ള അടിയും വഴക്കും ചീത്തവിളിയും ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ വളർന്നത്. സ്വന്തം ആ സമയത്ത് നമുക്ക് ഒരു വിധത്തിലും ഒരു സമാധാനം എന്ന് പറയുന്നതില്ലായിരുന്നു. എന്റെ മാതാവ് ഒരു തികഞ്ഞ സ്വന്തം ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു അധിഷ്ഠിതമായ ദൈവമില്ല എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയങ്ങളിൽ അമ്മ പാർട്ടിയുടേതാകുന്ന കാര്യങ്ങളിലേക്ക് തിരിയും. അച്ഛൻ ഈ നിലയിൽ മദ്യപാനിയുമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള വളർച്ചയിൽ സ്തോത്രം അതൊക്കെ ഞങ്ങളെ വളരെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പിതാവ് ഒരു രോഗിയായി തീരുവാനിടയായി തീർന്നു. തന്റെ ശരീരത്തിൽ സ്വത്രം വൻകുടലില് സ്വത്രം ഒരു വലിയ ദ്വാരം ഉണ്ടാകുവാനിടയായി തീർന്നു. മദ്യപാനം പുകവലിയും അടിക്കടി ഉണ്ടായ ഈ മദ്യപാനവും പുകവലിയും നിമിത്തം തന്റെ കാലിലെ സ്തോത്രം വൻകുടല് തുളഞ്ഞു പോകുവാനിടയായി തീർന്നു. എന്നാൽ അതൊരു സർജറിയിലേക്ക് പോയി. ഒരു സർജറി അല്ല, ആ സർജറി കഴിഞ്ഞിട്ടും ആ പിതാവ് കുടിക്കുമായിരുന്നത് കൊണ്ട് അത് വീണ്ടും ഒന്നുകൂടെ സർജറി ചെയ്ത് അങ്ങനെ 2 പ്രാവശ്യം സർജറി ചെയ്തു. ആ നിമിഷങ്ങളെല്ലാം മാതാവ് പിതാവിന്റെ കൂടെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ഞങ്ങൾ 6 മക്കൾ വളരെ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി മദ്യപിക്കരുതെന്ന് പറഞ്ഞ് പിതാവിനെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടെങ്കിലും പിതാവ് വീട്ടിൽ വന്ന് മദ്യപാനവും പുകവലിയും നിർത്താതെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ചർച്ചബോർഡിന്റെ ആരാധന അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ആ സമയങ്ങളിലൊന്നും നമുക്ക് അവിടെ കടന്നു പോകാൻ ഇടയായി തീർന്നിട്ടില്ല. അന്നൊക്കെ നമ്മൾ ആ പെന്തക്കോസ്തുകാരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാ സ്വന്തം സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്പലത്തിൽ പോയി ഒന്ന് നമസ്കരിച്ച് അവിടുന്ന് ഒരു കുറിയും വാങ്ങിച്ച് തൊട്ടുകൊണ്ടായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. സ്വന്തമായ ഒരു ആൽത്തറയും അതുപോലെയുള്ള ആ അമ്പലത്തിൻ്റെതാകുന്ന ഒരു പശ്ചാത്തലവുമായി വളരെ ബന്ധപ്പെട്ട ഒരു ജീവിത പശ്ചാത്തലമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ സ്വന്തം എന്റെ മാതാവ് എന്റെ പിതാവ് അമ്മ ഏക മകളായിരുന്നു. അമ്മയുടെ ചെറുപ്രായത്തിൽ തന്നെ അമ്മയുടെ അമ്മ നഷ്ടപ്പെട്ടത് കൊണ്ട് അമ്മയ്ക്ക് വേറെ സഹോദരങ്ങളും ഇല്ലായിരുന്നു. അമ്മയെ വളർത്തിയത് പ്രിയ പിതാവായതുകൊണ്ട് സ്വന്തം അമ്മയുടെ വിവാഹാനന്തരം അമ്മയുടെ വീട്ടിൽ വന്ന് പിതാവിനോടുകൂടെ താമസിച്ച് അവിടെയായിരുന്നു എന്റെ ജനനവും എന്റെ വിദ്യാഭ്യാസവും. ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തപ്പെടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്വത്രം എന്റെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ സ്വത്രം പിതാവിന് ഉള്ള സ്ഥലത്തേക്ക്, പിതാവിന്റെ ഓഹരിയുള്ള സ്ഥലത്തേക്ക്, അത് നാട്ടകം, കോട്ടയത്ത് അടുത്തുള്ള സ്ഥലമാണ് നാട്ടകം. ആ ദേശത്താണ് ഞങ്ങളുടെ പിതാവിന്റെ സ്ഥലവും കുടുംബവും വീടും ഉള്ളത്. ഞങ്ങളെ അവിടേക്ക് താമസം മാറുവാനിടയായി തീർന്നു. ഇവിടെ പിതാവിന്റെ മദ്യപാനവും വഴക്കും അടിയും ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. എന്നാൽ ഞങ്ങൾ പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ചെറിയൊരു ഷെഡ് പണിത് അവിടെ ഞങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ഒന്നുമില്ല. അവിടെ ഞങ്ങൾ താമസം തുടങ്ങി. എന്റെ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം അവിടെ നാട്ടകം കോളേജിൽ എനിക്ക് നടത്തുവാനിടയായി. ആ സമയത്ത് അവിടെ ഇരുന്ന് പോകുവാനും വരുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ആ നിമിഷം ആ സമയങ്ങളിലൊക്കെയും ഞങ്ങൾ ദൈവത്തെ അറിയാതെ ഇരുന്ന് അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ പിതാവിന്റെ പിതാവുണ്ട്, പിതാവിന്റെ സഹോദരങ്ങളുണ്ട്, സഹോദരി കുടുംബമുണ്ട്. അവരെല്ലാവരും അടുത്തടുത്തുള്ളത് കൊണ്ട് നമുക്കൊരാശ്വാസമായിരിക്കുമെന്ന് നാം പ്രതീക്ഷിച്ചു. എന്നാൽ അതിനെല്ലാം നേരെ വിപരീതമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ. എന്നാൽ ഈ സാഹചര്യം അമ്മയ്ക്ക് വളരെ വേദനയെ സൃഷ്ടിക്കുവാനിടയായിട്ടുണ്ട്. അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ആ ഏരിയയിൽ നിന്നും കടന്നു വന്ന് ഇവിടെ താമസിക്കുമ്പോൾ അമ്മയെ ഒറ്റപ്പെട്ടുപോയി. അമ്മയുടെ പിതാവും മരിച്ചുപോയി, അമ്മയ്ക്ക് ആരുമില്ല, അമ്മ ഒറ്റപ്പെട്ടുപോയ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റിനോടുള്ള എരിവ് അമ്മയിൽ നിന്നും കുറയുവാനിടയായിത്തീർന്നു. ആ സാഹചര്യത്തിലാണ് നമ്മുടെ വീട്ടില് കൂടെ അവിടെ അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് സഭയിലെ വിശ്വാസികളും പാസ്റ്ററും കടന്നു വന്ന് ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവർ മടുപ്പില്ലാതെ കടന്നു വരികയും സുവിശേഷം പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. നല്ലൊരു ദിവസം ഒരു വെള്ളിയാഴ്ച പകൽക്കാലം അമ്മ ആ ചർച്ചിലേക്ക് പോകുവാനിടയായി തീർന്നു.
ഈ വീട്ടിലുണ്ടാകുന്ന സമാധാനക്കേടുകളും അച്ഛൻ ഇങ്ങനെ അടിക്കാനായിട്ട് ഓടിക്കുന്ന ചില വയലുകളിലേക്കാണ് കൊണ്ടുവന്നത്. ഈ കൈ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അടിക്കും. അതുകൊണ്ട് അമ്മ ഏതെങ്കിലും വരമ്പില് ഏതെങ്കിലും ഒരു ചെറിയ കുറ്റിച്ചെടിയുടെ മറവിൽ അമ്മ മറഞ്ഞിരുന്ന് രാത്രി കഴിച്ചുകൂടിയ സമയങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സമാധാനമില്ലാത്ത ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു ഞങ്ങളുടേത്. ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച പകൽക്കാലം അമ്മ അവിടേക്ക് കടന്നുപോയി. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിലും അമ്മ ആലയത്തിന്റെ ഏറ്റവും പുറകിൽ പോയി ഇരുന്ന് കണ്ണുമടച്ച് ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കി കണ്ണ് തുറന്ന് അവിടെ ഇരുന്ന് കാണുവാനിടയായിത്തീർന്നു. സ്വത്രം അതിന്റെ ഇടയിൽ സ്വത്രം ദൈവത്തിന്റെ ആത്മാവ് അവിടെയുള്ള ശുശ്രൂഷകളിലൂടെ അമ്മയുടെ ഹൃദയത്തിന് വലിയൊരു സമാധാനം കൊടുക്കുവാനിടയായിത്തീർന്നു. അതുവരെ ഉണ്ടായിരുന്ന ആ സമാധാനത്തെ ദൈവം അല്പാൽപമായി കലലിയ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞായറാഴ്ച പോകുവാനിടയായിത്തീർന്നു. അവര് പറഞ്ഞു ഇനി ഞായറാഴ്ച വരണം. അങ്ങനെ പറഞ്ഞ് അവരുടെ വാക്കുകൾ കേട്ട് അമ്മ ഞായറാഴ്ച കടന്നു പോകാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെ അമ്മയുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ആലയത്തിൽ കർത്താവിന്റെ ദാസനും അവിടെയുള്ള വിശ്വാസികളും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിപ്പാനിടയായിത്തീർന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. അവർ ഇടപെടാതെയുള്ള പ്രാർത്ഥനയും ഞങ്ങളുടെ വീട് സന്ദർശിച്ചു. ഞങ്ങള് താമസിക്കുന്നത് ഒരു ആറിന്റെ അക്കരെ കരയിലാണ്. സ്വത്രം ഞങ്ങൾ അക്കരെ പോകണമെങ്കിൽ വീട്ടിൽ ചെല്ലണമെങ്കിൽ ഞങ്ങൾ വള്ളം കടന്നു വേണം അക്കരയ്ക്ക് പോകാനുള്ളത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വിളക്കില്ല, വെളിച്ചമില്ല, സ്വത്രം തറയില്ല, തറയിട്ട ഒരു വീടല്ല. വളരെ ഒരു ദാരിദ്ര്യപ്പെട്ട ഒരു അനുഭവമായിരുന്നു. എന്നാലും ഞങ്ങൾ സ്വത്രം അമ്മ ദൈവത്തെ അറിഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് രണ്ടാമത്തെ ചേച്ചി, മൂത്ത ചേച്ചിയുടെ വിവാഹം അതിനു മുൻപ് കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. നല്ല ഒരു ആത്മീയ നിലവാരത്തിൽ തന്നെ അവർ വിശ്വാസത്തിൽ കടന്നുപോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷമൊന്നും ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നു. സ്വത്രം ഞാൻ ആ പോകുന്ന വഴിയിൽ ഞാൻ കോളേജിൽ പോകുമ്പോൾ ഞാൻ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് മാത്രമേ ഞാൻ പോകുള്ളായിരുന്നു. ആ ഒരു സ്റ്റേജ് ആയിരുന്നു എന്റേത്. സ്വത്രം എന്നാൽ സ്വത്രം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ പിതാവും ദൈവത്താൽ പിടിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അവിടെ ആ മദ്യപാനം ഉപേക്ഷിച്ച് സ്വത്രം വീട്ടുവലി ഉപേക്ഷിച്ച് കുറേശ്ശെയായി ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വരുവാനിടയായിത്തീർന്നു. ഇവരെല്ലാവരും സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോഴും സ്വത്രം ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രതികൂലങ്ങൾ വളരെ വർദ്ധിക്കുവാനിടയായിത്തീർന്നു. സ്വത്രം കാരണം ഇവർ വിശ്വാസത്തിൽ പോയി രാത്രിയുടെ സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകും. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ വരുവാനുള്ള സ്വത്രം ഒരു വള്ളമില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. അങ്ങനെ ഭാരപ്പെട്ട് ഞങ്ങൾ ആയിരിക്കുമ്പോൾ സ്വത്രം അക്കരെ വരുമ്പോൾ തന്നെ ഇക്കരെ പിതാവിന്റെ സഹോദരങ്ങള് കുടുംബങ്ങൾ ഞങ്ങളെ തെറി വിളിക്കുവാൻ, അതായത് അസഭ്യം പറയുവാൻ, നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത വാക്കുകൾ ഉച്ചരിച്ച് നമ്മളെ ദണ്ഡിപ്പിക്കുവാൻ തുടങ്ങുമായിരുന്നു. ഇങ്ങനെ കാലങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ശല്യം ഞങ്ങൾക്ക് പിതാവിൽ നിന്നുണ്ടാകുന്ന ആ പ്രതികൂലത്തെ സ്വർഗം മാറ്റി തന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് പ്രതികൂലങ്ങൾ വളരെ ശക്തിയോടെ കടന്നു വരുവാനിടയായിത്തീർന്നു. ഞങ്ങൾ വിശ്വാസത്തിൽ പോയപ്പോ പിതാവിന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ശരിയായ മന്ത്രവാദികളാണ്. അവര് ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തിൽ നിന്നും അവരകന്ന് നിൽക്കുന്നവരാണ്. അവര് മന്ത്രം ചൊല്ലുകയും അവരുടെ ദൈവം നമ്മളെ ആരാധനയും പ്രാർത്ഥനയും തുടങ്ങിയത് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അത് നിമിത്തം നമ്മൾ കാരണം കൂടാതെ ഒരു കാരണവും ഇല്ലായിരിക്കും അവരെന്തെങ്കിലും കാരണം പറഞ്ഞ് സന്ധ്യയാവുമ്പോൾ എല്ലാവരും കൂടെ വരും. അപ്പനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഒരു വലിയൊരു പെറ്റാലിയൻ ആൾക്കാർ കാണും. ഞങ്ങളുടെ വീട് കളയും. സ്തോത്രം. ഞങ്ങളെ തീ കത്തിക്കും, ഞങ്ങളുടെ വീട് കത്തിച്ചു കളയും, ഞങ്ങളെ അവിടെ നിറക്കി വിടും. ഭയങ്കരമായിട്ട് അവർ ഞങ്ങളെ ശല്യം ചെയ്യുവാനിടയായിരുന്നു. എല്ലാവരും അപ്പാപ്പി അല്ലെങ്കിൽ കൊച്ചച്ഛൻ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയും അവർ നമ്മളെ കരുതുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കരുതൽ അവരിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഞങ്ങൾക്കൊരു പീഡ പോലെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. എല്ലാ ദിവസവും ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നുകൊണ്ട് തിരിച്ച് ഏതെങ്കിലും മാർഗത്തിൽ ഞങ്ങൾ ഇക്കരയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. നമുക്ക് ഒരിക്കലും കിടന്നുറങ്ങാൻ കഴിയത്തില്ല. പല പ്രാവശ്യങ്ങളും ഞങ്ങൾ കഥ കടച്ച് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് കഥകൾ അങ്ങനെ ഇല്ല. ഒന്നും ചെറിയ ഒരു അടപ്പ് പോലെ കാണും. ഇവർക്ക് ചവിട്ടി തുറന്ന് അകത്ത് വരാനേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ നിൽക്കുന്നത് അകത്ത് നിന്നിട്ട് എല്ലാവരോടും ഒരുമിച്ച് കൈ കോർത്ത് പിടിക്കും. കൈ കോർത്ത് പിടിച്ചിട്ട് വലിയ ശബ്ദത്തിലല്ല,
ഞങ്ങളെ വായ അനക്കിക്കൊണ്ട് ആത്മാവിൽ അങ്ങ് ആരാധിക്കുമായിരുന്നു. അത്ര വലിയ പ്രതികൂലമായിരുന്നു ഞങ്ങൾ ആരാധനയിൽ ആത്മാവിൽ ബലപ്പെട്ട് നിൽക്കുമ്പോൾ ഇവർക്ക് അന്ധത പിടിച്ച പോലാണ്. ഇവർ പിന്നെ അവര് തിരിച്ചങ്ങ് പോകും, ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇല്ലെങ്കിൽ അവര് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളും നമുക്ക് നേരെ ചെയ്യുവാൻ കഴിയാതെ ദൈവം അവരെ മാറ്റിക്കളയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ കൃപയാൽ അവിടെ നമുക്കൊരു ഭവനം പണിയുവാൻ ദൈവം കൃപ ചെയ്തു. പല ഒരു മിനിറ്റ് സിസ്റ്റർ പിന്നെ എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? എന്റെ രക്ഷയുടെ അനുഭവം 1994 സ്തോത്രം 93 ഞാൻ രക്ഷിക്കപ്പെട്ടു. ബൈബിൾ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നത്. ആ സമയത്ത് ഞാനും ആ അറിയത്തിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. അത് എന്റെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ളൊരു വ്യക്തി ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാനിടയായി തീർന്നു. 94 1994 ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ സ്നാനപ്പെടുന്നതിന് മുന്നേ പരിശുദ്ധാത്മാഭിഷേകം ഞാൻ പ്രാപിപ്പാനിടയായി തീർന്നു. ആത്മാഭിഷേകത്തോടു കൂടിയാണ് ഞാൻ സ്നാനപ്പെടുവാനിടയായി തീർന്നത്. സ്നാനപ്പെട്ട് അധിക നാള് കഴിയുന്നതിന് മുമ്പേ ഞാൻ ഒരു ജോലിക്കായി കടന്നു പോകാനിടയിൽ നിന്നു. പ്രീ ഡിഗ്രിയുടെ പഠനം കഴിഞ്ഞു. സ്വതന്ത്രം ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് എന്നെ ജോലിക്ക്, എനിക്ക് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ആ ഒരു സ്ഥിതിയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജോലിക്ക് പോയി. ആ ജോലിക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾക്ക് ആരാധന, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതേ ഉള്ളൂ. കൂടുതൽ എനിക്ക് ദൈവവചനത്തിൻ്റെതാവുന്ന ആഴങ്ങളോ കാര്യങ്ങളോ അറിയത്തില്ല. ആ സമയത്ത് ഞാൻ ആ കമ്പനിയിൽ പോയി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആരാധിക്കാതെ ഇരിക്കാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് വെള്ളിയാഴ്ചകളിലാണ് അവിടെ ലീവ്. അപ്പോൾ ഞങ്ങൾ 1-2 പേര് ഹൈദരാബാദിലാണ് ഞങ്ങൾ ജോലിക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ആരാധന എവിടെയാണ് നമുക്ക് അറിയത്തുമില്ല, പരിചയമില്ലാത്ത ഇടം. അങ്ങനെ ഞങ്ങൾ സ്വതന്ത്രം ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ആരാധന ഇല്ലാത്തതിന്റെ ഒരു വിഷമം, വിശ്വാസത്തിലുള്ള 1-2 സഹോദരിമാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു നമുക്കന്ന് ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങാം. അവര് ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കളായിട്ടുള്ളവരൊക്കെയാണ്, എങ്കിൽ നമ്മളൊരു മൂലയ്ക്ക് മാറിയിരുന്ന് ആരാധിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പല ഹിന്ദുക്കളായിട്ടുള്ള സഹോദരിമാരും ഞങ്ങളോട് വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുമായിരുന്നു. സ്തോത്രം. ദൈവം നമ്മളെ മുൻ കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വലിയ ഗൈഡൻസിലേക്ക് എന്നെ നയിക്കുവാനിടയായി തീർന്നു. ആ സമയത്തൊക്കെയും നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ വിടുതലുകളെ നൽകിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. അവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ചില വർഷങ്ങൾ ഞാൻ അവിടെ ജോലി ചെയ്യുവാനിടയായി തീർന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ വരുവാനിടയായി തീർന്നു. ആദ്യം എനിക്ക് പല്ലുവേദന വന്നു. പല്ലുവേദന, അസഹ്യമായ പല്ലുവേദനയാൽ ഞാൻ വളരെ ഭാരപ്പെട്ടപ്പോൾ സ്തോത്രം, എന്റെ സഹോദരി, എന്റെ 3ാമത്തെ ചേച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിക്കുവാൻ പറഞ്ഞു. പല്ലുവേദന ഭയങ്കരമായതുകൊണ്ട് ഞാനിങ്ങനെ ആവി പിടിച്ചു എഴുന്നേറ്റ് വന്നപ്പോൾ ചൂടിന്റെ ആധിക്യം കൊണ്ട് സ്വത്രം ഈ വേദന ശമിക്കപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ആവി പിടിച്ച് എഴുന്നേറ്റ് വരുമ്പോ എന്റെ മുഖം അങ്ങ് ഞാൻ തുടച്ചു. മുഖം തുടച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ കൈ മുഴുവനും എന്റെ മുഖത്തെ തൊലി ഒളിഞ്ഞ് എന്റെ കയ്യിലിരുന്നു. സ്തോത്രം. കണ്ണാടി പോയി നോക്കും, പെട്ടെന്നങ്ങ് പേടി തോന്നുന്നത് പോലെ എന്റെ മുഖത്തെ തൊലി മുഴുവൻ പോയി. സ്തോത്രം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ എല്ലാവരും പറഞ്ഞു ഈ കൊച്ചിന്റെ ഭാവിയെല്ലാം പോയി, ഇനി ഇതിനൊരു ഭാവി ഉണ്ടാകത്തില്ല, എന്റെ മുഖം അങ്ങനെ സ്തോത്രം ആയിത്തീരുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ സ്തോത്രം, ഇതോടുകൂടി ഇനി എനിക്ക് പല്ലുവേദന ഉണ്ടാകരുത്. ഞാനത് പ്രാർത്ഥിച്ചു ദൈവത്തോട്. സ്തോത്രം. അങ്ങനെ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എന്റെ മുഖം ഇങ്ങനെ കാണിച്ചപ്പോൾ അവര് ചില മരുന്നുകളെ തന്നു, ഗുളിക തന്നു. അതെല്ലാം കഴിച്ച് ഞാൻ പറഞ്ഞു, കർത്താവേ, സാധാരണ എല്ലാവരുടെ മുഖത്തെയൊക്കെ തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തൊലി വരുന്ന അതൊന്നും കണ്ടിട്ടില്ല. പൊള്ളലേറ്റവരുടെ മുഖത്തിന്റെ ഒരു പ്രത്യേക ഒരു ഷേപ്പ് മാറ്റമൊക്കെ ഉണ്ടല്ലോ. അതെ, ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് ദൈവത്തിന് വേണ്ടി എന്റെ മുഖം ഞാൻ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഇതെനിക്ക് പ്രയാസമാകാതെ തരണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ പല്ലുവേദന ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് കൃപയാല് ഇന്ന് വരെയും ആ പല്ലുവേദന ഉണ്ടായിട്ടില്ല. ദൈവം അന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ആ പല്ലുവേദന എടുത്തു മാറ്റുവാനിടയായി തീർന്നു. സ്തോത്ര. ഹല്ലേലൂയ. തുടർന്ന് ഞാൻ അവിടെ ജോലി ചെയ്തു, കുറെ കാലം കൊണ്ട് ജോലി ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അതികഠിനമായ പനി. സ്തോത്രം. ദൈവം എന്നെ മുൻ കണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവം ഓരോ മുഖാന്തരങ്ങൾ എന്റെ മുൻപിൽ ഇട്ടു തരികയായിരുന്നു. സ്തോത്രം. പനി എന്ന് പറഞ്ഞാൽ എന്ത് പനിയാണെന്ന് അറിയത്തില്ല.
അവിടെയുള്ള ഡോക്ടർമാരെ കാണിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ടൈഫോയിഡിന്റെ മരുന്ന് ചെയ്യുന്നു. സ്വത്രം എനിക്ക് കഴിക്കുന്നതൊന്നും അകത്ത് നിൽക്കുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഏറ്റവും ക്ഷീണിച്ച് സ്വത്രം തളർന്നു പോകാനിടയാക്കുന്നു. ഒരു വിധത്തിലും എനിക്ക് സൗഖ്യം വരാതെ 1 മാസം വരെ ഞാൻ അവിടെ കിടന്നു. എന്നാൽ സ്വത്രം ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാത്ത വിധത്തിൽ ചേച്ചി അന്ന് എന്റെ കൂടെ അന്നും ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു, ഇനി ഇവിടെ കിടന്ന് മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള വിചാരത്തോടു കൂടി ചേച്ചി എന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇടയായിത്തീർന്നു. നാട്ടിൽ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് ഡോക്ടേഴ്സ് നോക്കുന്നു, ഒരു ടെസ്റ്റിനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ തൊട്ട് അടുത്ത് കിടന്ന ഒരു കുട്ടി ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ പോയ കുട്ടി, എന്റെ അതേ പ്രായമായിരുന്നു. ആ കുട്ടി അവിടെ കിടന്ന് എന്റെ തൊട്ടടുത്ത ബെഡിൽ കിടന്ന കുട്ടി, എനിക്കുണ്ടാകുന്ന എല്ലാ സിംറ്റംസും ആ കുട്ടിയിലും ഉണ്ടായിരുന്നു. ആ രോഗം എന്ന് അത് തലരാത്രി മരിക്കുവാനിടയായിരുന്നു. ആ മരണത്തില് സ്വത്രം ഈ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനും അടുത്ത ദിവസം മരിക്കും. ഈ രോഗത്തിൽ എനിക്കൊരു വിടുതലില്ല എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിക്കുവാനിടയായിരുന്നു. ആ നിമിഷം ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് പാസ്റ്ററും വിശ്വാസികളും ഒക്കെ കടന്നു വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തോടൊരു തീരുമാനമെടുത്തു. കർത്താവെ, നീ എനിക്ക് ആരോഗ്യത്തോടെ എന്നെ മടക്കി വരുത്തുന്നെങ്കിൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു. അന്ന് എനിക്ക് വേലയെ കുറിച്ചോ അതിന്റെ ആഴമോ ഒന്നും എനിക്ക് അറിയത്തില്ല. പാട്ടുകാരൻ പറയുന്നത് പോലെ ആഴിയെന്ന് ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്ക് പോലെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇതെന്റെ പേരൻസിനോ എന്റെ സഹോദരങ്ങൾക്കോ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ ഹൃദയത്തിൽ നിർണയിച്ച ആ നിർണയത്തിന് ദൈവം ഉടനടി അതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് എനിക്കിന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം പിറ്റേ ദിവസം ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ചപ്പോൾ കൊടുത്തിരിക്കുന്ന ബ്ലഡിന്റെ എല്ലാം റിസൾട്ട് വന്നു. ഒരു കുഴപ്പമില്ല, നോർമൽ ആണ്. സ്തോത്രം. ആ ഡോക്ടർ പറഞ്ഞു, ഇന്ന് തന്നെ ഈ മോളെ ഡിസ്ചാർജ് ചെയ്യാം, അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ രക്തം കുറവേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് വൈറ്റമിൻ ഗുളിക തന്നുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഒരു 30 ദിവസത്തേക്ക് ഒരു വൈറ്റമിൻ ഗുളിക തന്ന് എന്നെ ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. ആ തീരുമാനം ദൈവം നിശ്ചയിച്ചിരുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ കടന്നു വന്നു. ഒരു അല്പ ദിവസങ്ങൾ കൂടി ഞാൻ വീട്ടിൽ വിശ്രമിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ സഭയിൽ പറഞ്ഞു, എന്റെ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണം, എനിക്ക് ദൈവ വേല ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞു, ന്യൂ ഇന്ത്യയുടെ ഒരു ബൈബിൾ കോളേജ് ഇവിടെ ചിങ്ങവനത്തുണ്ട്, അപ്പോൾ അമ്പിളി അവിടെ പോയി പഠിക്കും എന്ന് എന്നോട് പറയുവാനിടയായിത്തീർന്നു. അപ്പൊ ഞാൻ പിന്നെ അവിടെ കടന്നിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ, എങ്ങനെയാണ് ഇതിന് മുൻപോട്ട് ഞാൻ എങ്ങനെയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ എന്നോട് ദൈവാത്മാവ് ഇടപെടുവാനിടയായിത്തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര ദൈവത്തിന്റെ സത്വരസമാനം പോഷിപ്പാനാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്നുള്ള ആ ഒരു അഭിഷേകം എന്റെ മേലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചിങ്ങവനത്തിൽ ചെന്നു അറിയാം, ആന്റിയെ കണ്ടു, ഞാൻ സംസാരിച്ചു, ആന്റി ഇന്റർവ്യൂ ചെയ്തു. സ്വത്രം. ഞാൻ ഈ വചനം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച വചനമാണ്. സ്വത്രം. ആ ഒരു ഉറപ്പ് എന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് 97-98 കാലഘട്ടത്തില് ഞാൻ അവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുവാനിടയായിരുന്നു. ആ കാലഘട്ടത്തിലും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ പഠനം എനിക്ക് പൂർത്തീകരിക്കുവാനിടയായിരുന്നു. ഞങ്ങൾ രാവിലെ സെക്ഷനില് ഞങ്ങള് ബൈബിൾ ക്ലാസ് പഠിക്കും. ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്, ഞങ്ങൾ വെളിയിൽ സുവിശേഷീകരണത്തിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വത്രം ആ ഒരു വർഷക്കാലം ദൈവം എന്നെ ജയോത്സവമായി നടത്തുവാനിടയായിത്തീർന്നു. അതിനുശേഷം 98-ല് ഗ്രാജുവേറ്റ് ചെയ്ത് ഞാൻ വെളിയിൽ വന്നു. ആ സമയങ്ങളില് എനിക്ക് കർത്താവിന്റെ വേലയ്ക്കുള്ള ആന്റി എന്നെ വിളിക്കുവാനിടയായിത്തീർന്നു. ശുശ്രൂഷയ്ക്ക് എവിടെയെങ്കിലും വേലയ്ക്ക് അന്ന് എല്ലാ സഹോദരിമാരെ പറഞ്ഞയക്കുന്ന സമയത്ത് എനിക്കും ഇൻവിറ്റേഷൻ കാർഡ് തന്നു, വരാൻ പറഞ്ഞു. എന്നാൽ ആ സമയം എനിക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെ 3ാമത്തെ ചേച്ചിയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ആ സമയത്ത് പൈസയുടെ വളരെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു ലോൺ എടുത്തു. ആ ലോണ് തിരിച്ചടയ്ക്കണമെങ്കിൽ അന്ന് എന്റെ ബുദ്ധി ഇങ്ങനെ പറഞ്ഞു, ലോൺ എടുത്താല് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയുള്ള തിരിച്ചറിവിന്റെ സമയമൊന്നും ആയിട്ടില്ലായിരുന്നു. അങ്ങനെ മാതാപിതാക്കളുടെ ആവശ്യത്തിന്റെ മുൻപില് അന്ന് പിതാവ് മരിച്ചുപോയി. 98 ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ എന്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായിരുന്നു. പിന്നെ 2ാമത്തെ ചേച്ചിയുടെ വിവാഹവും കഴിഞ്ഞായിരുന്നു. ഈ ചേച്ചിയുടെ വിവാഹമായപ്പോൾ പൈസയുടെ ഇത് കാരണം എന്നോട് പറഞ്ഞ് പിന്നെ ജോലിക്ക് പോയിട്ട് ആ കാശ് നമുക്ക്
ഈ ലോൺ അടിച്ചു തീർക്കാം, ആ ഒരു നിഗമനത്തിൽ എത്തപ്പെടുവാനിടയായിത്തീർന്നു. എനിക്ക് വിഷമമുണ്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകാതെ പോകുന്നത്. എന്നാലും ഞാന് സ്വത്രം അവിടെ കടന്നുപോയി. 2000 വരെ ഞാനിവിടെ ജോലി ചെയ്ത് എനിക്ക് 5 പൈസ എനിക്ക് ഹൈദരാബാദിൽ തന്നെയായിരുന്നു ഞാൻ ജോലി ചെയ്ത. അതേ എയർപോർട്ട് കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു. എന്നാലും എനിക്ക് 5 പൈസ ആ ലോണ് തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ഞാൻ വളരെ പ്രയാസത്തോടെ ഞാൻ മടങ്ങി വരുവാനിടയായിത്തീർന്നു. കൈ കിട്ടുന്ന കാശൊന്നും എനിക്ക് ശേഖരിക്കുവാനോ അല്ലെങ്കിൽ അത് തിരിച്ചടയ്ക്കുവാനോ കഴിയാതെ എനിക്ക് വരുന്നതിനേക്കാൾ അധികം ചെലവ് ശാരീരികമായ ബലഹീനതകളിലൂടെ എന്നെ കടത്തി വിടുവാനിടയായിത്തീർന്നു. ആ സമയത്താണ് എനിക്ക് വലിയ ഒരു തലവേദന എന്നെ ദൈവം മടക്കി വരുത്തുവാൻ വേണ്ടി ആ തലവേദന എന്റെ ജീവിതത്തിൽ തരുവാനിടയായിത്തീർന്നു. തലവേദന അസഹ്യമായ തലവേദനയോടെ ഞാൻ കടന്നുപോയി. സ്വത്രം നെവരെ ഇരിക്കുവാൻ കഴിയത്തില്ല, കവന്ന് കിടക്കുവാൻ കഴിയത്തില്ല, ഒരു വിധത്തിനും കഴിയാത്ത തലവേദന. ഞാൻ ഓർത്ത് ഒരു ബ്രെയിൻ റൂമർ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാനിങ്ങനെ കവന്ന് കിടക്കുമ്പോൾ എന്റെ മൂക്കിൽ കൂടി ഇങ്ങനെ പഴുപ്പ് അസഹ്യമായ സ്മെല്ലോട് കൂടിയാണ് പുറത്തു വരുന്നത്. അങ്ങനെ എനിക്ക് അവിടെ നിൽക്കുവാൻ കഴിയാതെ ഞാൻ പിന്നെയും നാട്ടിലേക്ക് കടന്നു വന്നു. സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്ന ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അവിടെ കടന്നു ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ മൂക്കിന് വളവുണ്ട്, അതുകൊണ്ടാണ് തലവേദന. അങ്ങനെ പറഞ്ഞ് അവർ കുറെ മരുന്നുകളൊക്കെ തന്ന് സ്വത്രം കുറയുന്നില്ല എങ്കിൽ കടന്നു വരണം, അതിന് എന്തെങ്കിലും അടുത്ത ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്കപ്പോൾ മനസ്സിലായി ദൈവത്തിന്റെ കരമാണ്, ഇത് മറ്റൊന്നുമല്ല എന്ന് എനിക്ക് പിടികിട്ടി. ഞാൻ ഉടനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി കർത്താവെ അങ്ങയുടെ വേല വിട്ട് ഞാൻ ഒന്നും പോകത്തില്ല. ഞാൻ കർത്താവിനോട് ആ ഒരു ഉടമ്പടിയോടുകൂടി ഞാൻ മടങ്ങി വരുവാനിടയായി തന്നു. 2002 ഞാൻ ആന്റിയുടെ അടുത്ത് മറിയം ആന്റിയുടെ അടുത്ത് പോയി. ന്യൂൻജിയുടെ വേരോടുള്ള ബന്ധത്തിൽ എന്നെ ഛത്തീസ്ഗഡിലേക്ക് സ്വന്തം അതിനും ദൈവം എനിക്കൊരു വെളിപ്പാട് തരുവാനിടയായി തന്നു. ഞാൻ 7 ദിവസക്കാലം അപ്പോൾ ആന്റി പറഞ്ഞു, കുഞ്ഞെ നീ ഹൈദരാബാദിന് പോകുന്നു, അപ്പൊ ആന്ധ്രാപ്രദേശില് തെലുങ്കാനയിലുള്ള ഒരു വേല ഉണ്ടായിരുന്നു, അവിടെ പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് നീ എന്നോട് വന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ 7 ദിവസം ഉപവാസം കഴിഞ്ഞ് ഞാൻ വന്ന് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 7 ദിവസം ഉപവസിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു കാഴ്ച തന്നു. അനേക പാത്രങ്ങളിൽ വെള്ളം നിറച്ചിട്ട് അത് അല്പ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച്, ശരിയായ പ്രോപ്പറായിട്ട് വസ്ത്രം ധരിച്ചിട്ടില്ല, അങ്ങനെ വസ്ത്രങ്ങൾ ശരിക്ക് ധരിച്ചിട്ടില്ലാത്ത സ്ത്രീകള് ബോർവെല്ലിൽ നിന്ന് വെള്ളം അടിച്ച് ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് പാത്രങ്ങളെ അടുക്കി വെച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കുവാനിടയായിരുന്നു. അത് ഞാൻ ആന്റിയോട് വന്ന് പറഞ്ഞു, ആന്റി ഇന്ന പോലെ ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് സ്വത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ആന്റിയോട് പറഞ്ഞു, അത് നീ ഛത്തീസ്ഗഡിലാണ് പോകേണ്ടത്, അതുകൊണ്ട് നീ ഒരുങ്ങിക്കോ, ഛത്തീസ്ഗഡിലേക്ക് പോകാന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് സ്വത്ര ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് കേൾക്കുന്നത്. എനിക്ക് അറിയത്തുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഛത്തീസ്ഗഡിൽ കടന്നു ചെല്ലുവാനിടയായിട്ടുണ്ട്. എന്റെ കൂടെ ഒരു സഹോദരി ട്രിവാൻഡ്രത്തു നിന്നുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. ദേവദാസി അവിടെ കർത്താവിന്റെ വേലയിൽ വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നായിരുന്നു. ഞാൻ ഇവിടുന്ന് അവിടെ കടന്നു ചെന്നു. അവിടെ വേലയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ സ്വത്രം എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു സ്വത്രം. ഇങ്ങനെയുള്ള പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് സ്വത്രം ഞാൻ ഒരു സിൻസിയർ ആയിട്ടാണ് കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ഏതിൽ വിശ്വസിക്കുന്നു അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു പ്രകൃതം അന്നും ഇന്നും എനിക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് എന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ സ്തോത്രം ഞാനത് വിശ്വസിച്ച് ഒന്നുമില്ലാതെ എന്റെ പക്കൽ ഒന്നുമില്ലെങ്കിലും ഞാൻ കർത്താവിനെ മുൻനിർത്തി ഞാൻ മുൻപോട്ട് കടന്നുപോയി. അവിടെ കടന്നു ചെന്ന് ഞാൻ 2022 22-ാം വർഷത്തില് സ്വത്രം ഞങ്ങളിങ്ങനെ ടീമാർക്കായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. ടീമായിട്ട് അത് 2 വീലറിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. 2 വീലറിൽ കടന്നു ചെന്ന് ഓരോ ഗ്രാമങ്ങളില് സ്വത്രം സുവിശേഷം അറിയിക്കുക. 2002 അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകും. ഓരോ ഗ്രാമവും ഞങ്ങൾ പ്രാർത്ഥിച്ചു പുറപ്പെടും. 8:30 ഞങ്ങൾ പുറപ്പെടും. രാവിലെ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ പുറപ്പെടുന്നത്. ഞങ്ങൾ കടന്നുപോയി ഗ്രാമങ്ങൾ താണ്ടി ഞങ്ങൾ കടന്നു പോകും. അവിടെയൊക്കെ സ്വത്രം ആരും ഇന്നുവരെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളാണ്. അവിടെയെല്ലാം ഞങ്ങളെ കടന്നു ചെല്ലുമ്പോൾ സ്വത്രം അവിടെയുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, വിവസ്ത്രരാണ്, അല്പ വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരോട് ചെന്ന് നമ്മൾ സുവിശേഷം പറയുമ്പോൾ ചിലപ്പോൾ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇല കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങളെ കൈപ്പിടിച്ചായിരിക്കും നമ്മൾ സുവിശേഷം അറിയിക്കേണ്ടത്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സുവിശേഷം പറയുവാൻ, അവരെ സ്നേഹിപ്പാൻ, നമ്മളെപ്പോലുള്ള ഒരു വസ്ത്രങ്ങൾ ഇട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വളരെ
ഭയമാണ്. ഇവരെന്തിനാണ് വന്നിരിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഞങ്ങളെ കാണുമ്പോൾ അവർ ഓടി മാറാറുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് സ്നേഹത്തോടെ ചെന്നിട്ട് അവരെ ഒന്ന് സ്നേഹിച്ച് അവരെ ഒന്ന് കൈ കൊടുക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു വലിയ ഭാഗ്യം കിട്ടുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു അവരെ. ആ ഒരു കുറെ ആൾക്കാരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തു. വിശേഷിച്ച് എനിക്കൊരു അനുഭവം അവിടെ ഉണ്ടായത്, ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഛത്തീസ്ഗഡ് ഒഡീസ ആയിട്ടുള്ള ബോർഡർ ഭാഗത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ആ ദേശത്തിന് വേണ്ടി ഡോംറൂഡ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പുറപ്പെട്ട് അവിടെ ചെന്നപ്പോൾ കുറെ ജനം ഞങ്ങൾ ട്രാക്ട് കൊടുത്തു. അവിടെ വിദ്യാഭ്യാസം കുറവാണ് എങ്കിലും കയ്യിലിരിക്കുന്ന ട്രാക്റ്റുകൾ കൊടുത്ത് ഞങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഒരു വലിയ കൂട്ടം സഹോദരന്മാർ ഞങ്ങൾക്ക് എതിരെ കടന്നു വരുവാനിടയായിത്തീർന്നു. അവർ ഞങ്ങൾ ഇങ്ങനെ ട്രാക്ട് കൊടുത്തിട്ട് പറഞ്ഞു, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്. അപ്പോൾ പെട്ടെന്ന് അവർ ചോദിച്ചു, സൗഖ്യമാക്കുന്ന ദൈവമോ, അത് വല്ല മരുന്നാണോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ മരുന്നല്ല, ഇതൊരു ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് സ്വതന്ത്രം അവരപ്പോൾ ഞങ്ങളോട് സംസാരിച്ചു, നിങ്ങൾ പറയുന്ന ഈ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നു, മരിക്കാൻ പോകുന്നു, ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, അതിനെന്താ ഞങ്ങൾ വരാം, പ്രാർത്ഥിക്കാമെന്ന്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച, ആ ഗ്രാമത്തിലുള്ള സകലമായ മനുഷ്യരും അവിടെ ഉണ്ട്. ആ വീടിന്റെ പുറവശത്തായിട്ട് ഇവർ കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മന്ത്രവാദികളുണ്ട്, ആ ദേശത്തിന്റെ പ്രമാണികളുണ്ട്, വളരെ ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. ഞങ്ങൾ ഈ സത്യസുവിശേഷം അവരോട് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ പറയുന്നത് അവർ കേട്ടുകൊണ്ടേയിരുന്നു. മന്ത്രവാദികൾ കേട്ടുകൊണ്ട് ഞങ്ങളെ സസൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞു, സ്വന്തം ആ കുഞ്ഞിന് 6 മാസം പ്രായം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് അറിയത്തില്ല അവിടെ ഇന്നുവരെ ഉണ്ടായ സംഭവങ്ങൾ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഗ്രാമത്തിൽ കടന്നിരുന്നത്. ഞങ്ങൾ ഇങ്ങനെ അവരുടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങളോട് പറയുകയാണ്, ഈ കുഞ്ഞ് ഏതായാലും മരിക്കുവാൻ പോവുക, അതിനുവേണ്ടി ഞങ്ങൾ കുഴികുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജീവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവം സത്യമാണെങ്കിൽ ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവരുടെ ആ വാക്ക് ദൈവം മുദ്ര വയ്ക്കുവാനിടയായിത്തീർന്നു. ഞാൻ ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തു. സ്തോത്രം. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ഞാനും എന്നോട് കൂടി ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരും സ്തോത്രം ആ കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ആത്മാവിൽ ശ്വാസിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അതുവരെ കരയാതിരുന്ന, പാല് കുടിക്കാതിരുന്ന കുഞ്ഞ് കരഞ്ഞ് അല്ലെങ്കിൽ സ്തോത്രം അമ്മയുടെ കരത്തിൽ ഞാൻ കൊടുത്തു. അത് പാല് കുടിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ സംഭവം ഇവിടെ നടക്കുമ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറയുവാനും ആ ദേശത്തൊരു സഭ സ്ഥാപിക്കാനിടയായിത്തീർന്നു. അതിനും ഉപരിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ ദേശത്ത് വർഷങ്ങളായിട്ട് ഈ പോലെ 6 മാസം ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഈ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന ഒരു പ്രവണത ആ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരത് കണ്ടു കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു, ഇത് ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ 3 വർഷത്തോളം അവിടെ ഈ മീറ്റിംഗ് നടത്തുവാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സാക്ഷി പറയുവാനിടയായിത്തീർന്നു. ഇന്ന് വരെയും ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സർവശക്തന് സകല മഹത്വവും കൊടുക്കുകയാണ്. കർത്താവ് ആ ദേശത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആ പൈശാചിക ശക്തി ആ ദേശത്തു നിന്നും അഴിഞ്ഞു മാറുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വലിയവ ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ കുഞ്ഞിനിപ്പോൾ ഏതാണ്ട് 24 വയസ്സോളം ആയിട്ടുണ്ട്. സ്വന്തം ആ കുഞ്ഞ് ഇന്നും ജീവിച്ചിട്ട്, നവീൻ എന്നാണ് അവന്റെ പേര്, അവൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വലിയ അത്ഭുതത്തെ ചെയ്യുവാനിടയായിത്തീർന്നു. ആ ഒരു സംഭവം ആ ദേശത്തിന് തന്നെ അടുത്തുള്ള മറ്റ് ഗ്രാമങ്ങളിലേക്കും ആ വാർത്ത പടരുവാനിടയായിത്തീർന്നു. അവിടെയൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ഒരുക്കിയെടുക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മടങ്ങി. സ്തോത്രം. അവിടുത്തെ ശുശ്രൂഷ ഒരു 2025 വരെ ഞാൻ ഇവിടെ കർത്താവിന്റെ പേരോടുള്ള ബന്ധത്തിലായിരിക്കുവാനിടയായിത്തീർന്നു. ഏത് വർഷം? 2025 സോറി 2005 അവിടുന്ന് ഞാൻ തിരിച്ച് സ്വതന്ത്രം അവിടുന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നിട്ട് സ്വതന്ത്രം പല വിവാഹാലോചനകൾ ആ സമയത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വിവാഹാലോചനകളൊന്നും നടക്കാതെ വന്നപ്പോ സ്വതന്ത്രം ഞാൻ നാട്ടിൽ വന്നിരിക്കുന്ന സമയത്തായിരുന്നു ആന്റി ഉടനെ വേഗത്തിൽ എന്നോട് പറഞ്ഞു, സ്വതന്ത്രം നീ അമ്പിളി നീ കോലാപ്പൂര് പോകാനായിട്ട് വേഗം റെഡിയായിക്കോളെന്ന് പറഞ്ഞു. ആന്റി ഒരുങ്ങി നിൽക്കുകയാണ്. ആന്റി ഒരുങ്ങി നിൽക്കുന്നു. ആന്റി പറയുന്നു, കൊച്ചെ നീ ഒരുങ്ങ്, നമുക്ക് കോലാപ്പൂര് പോകാം. സ്വതന്ത്രം. എന്റെ ബാഗില്ല, തുണിയില്ല, ഒന്നുമില്ല. സ്വതന്ത്രം. എന്നാൽ സ്വതന്ത്രം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ സ്വതന്ത്രം ഞാനൊന്ന് തീരുമാനിച്ചിരുന്നു ദൈവത്തോട്. ഞാൻ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, സുവിശേഷത്തിന് ഒരു പങ്കാളിയാകുക, സുവിശേഷ നിമിത്തം എന്തും ചെയ്യുവാൻ.
ഒരു പൗലോസ് അപ്പോസ്തലൻ തീരുമാനമെടുത്തതുപോലെ ഞാൻ ദൈവത്തിനോട് തീരുമാനമെടുത്തിരുന്നത് കൊണ്ട് ഏത് പ്രവൃത്തിക്ക് വേണ്ടിയും ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധി തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് ആന്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്റെ ഒരു ഡ്രസ്സ് പോലും ഇല്ല. ആന്റി ഉടനെ വീട്ടിൽ നിന്ന് ഒരു ബാഗ് എടുത്തിട്ട് തന്നിട്ട് നീ ഇത് കൊണ്ടുപോയി നിന്റെ കയ്യിലുള്ള ഡ്രസ്സ് മതി, ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാം. എവിടേക്കാ പോകുന്നതെന്ന് അറിയത്തില്ല. ആദ്യം പൂനെയിൽ ചെന്നു, പൂനെയിൽ നിന്നും കോലാപൂരിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെ കടന്നു ചെന്നു. സ്വത്രം എന്താണ് എന്റെ അവിടുത്തെ സംരംഭം പോലും അറിയാതെ ഇരിക്കുമ്പോൾ സ്വത്രം അവിടെ എയ്ഡ്സ് രോഗികളായിട്ടുള്ള കുട്ടികളെ എടുത്ത് സ്വത്രം അവര് സംരക്ഷിക്കുമായിരുന്നു അവിടുത്തെ വേല. കർത്താവിന്റെ ദാസി എന്നെ ആ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ട് മടങ്ങി പോരുമ്പോൾ എനിക്ക് വല്ലാത്ത ഭാരമുണ്ടായി. ഈ എയ്ഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ കേൾവേ ഉള്ളൂ. സ്വത്രം അതിന്റെ എല്ലാവരും പറയുന്നത് പോലെ അതിന്റെ രക്തം പറ്റിയാൽ ആ രോഗം നമുക്കുണ്ടാകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഇടയായത്. കർത്താവേ, നിന്റെ നാമനിമിത്തമാണ് ഞാൻ ആയിരിക്കുന്നത്. സ്വത്രം ആന്റി എന്നെ വിട്ടുപോകുമ്പോൾ ഞാൻ ആന്റിയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുവാൻ ഇടയായത്. ആന്റി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ എന്നോർത്ത് ഞാൻ കരഞ്ഞു. അപ്പോൾ അവിടെ ഒരു 8 കുട്ടികളോളം ഉണ്ടായിരുന്നു. കുട്ടികളെ എന്റെ കരത്തിൽ ഏൽപ്പിച്ച് ഒരു വാടക വീട്. സ്വത്രം മറ്റ് സമയങ്ങളൊന്നും അധികമായിട്ടില്ല. എന്നാൽ കൃപയിൽ ആശ്രയിച്ച് അങ്ങനെ അവിടെ നിന്നു. ആ ശുശ്രൂഷ ദൈവം എന്നെ കൊണ്ട് 2 വർഷം അവിടെ ചെയ്യിപ്പാനിടയായി തീർന്നു. ഉടനെ എനിക്ക് പിന്നെയും അടുത്ത ഒരു സ്ഥാനത്തേക്ക് ദൈവം എന്നെ അയക്കുവാനിടയായി തീർന്നു. ബോംബെയിലേക്ക് ദൈവം എന്നെ പറഞ്ഞയക്കുവാനിടയായി തീർന്നു. അവിടെ റെസ്ക്യൂ ചെയ്യുന്ന കുട്ടികളെ സംരക്ഷിക്കാനായിട്ടായിരുന്നു. സ്തോത്രം. അതും അവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ഭാരമേറിയ ഒരു വിഷയമായിരുന്നു. ബോംബെയിൽ എവിടെ സിസ്റ്റർ? ബോംബെയിൽ എവിടെയായിരുന്നു? നവി മുംബൈയിലായിരുന്നു. പനുവേലില് ആ വേല സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു വർഷങ്ങളായി അവിടെ ഉണ്ടായിരുന്ന ചേച്ചി, അവിടുത്തെ ഇൻചാർജ് ആയിരുന്ന ചേച്ചിയുടെ വിവാഹമായി. ചേച്ചി വിവാഹം കഴിച്ച് മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഇൻചാർജ് ആയിട്ട് തന്നെ അവിടെ ആക്കുവാനിടയായിരുന്നു. ഞാനവിടെ 2007 അവിടെ എത്തപ്പെടുകയും സ്വന്തം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു. അവിടെ കടന്നു വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് ചിലത് മാനസിക രോഗികളായിട്ട് കുട്ടികളുണ്ട്, കുറെ കുട്ടികൾ റെഡ് ഏരിയയിൽ നിന്ന് കൊണ്ടിരുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സ്ട്രീറ്റിൽ കിടക്കുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ കുട്ടികൾ അവരുടെ എല്ലാവരുടെയും ഒരമ്മയായി മാറുവാൻ ദൈവം ആ സമയത്ത് എനിക്ക് ഇടയാക്കി തന്നു. അവരെല്ലാവരും എന്നെ മമ്മി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം അങ്ങനെ അവരുടെ വേദനകളെ അറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതിലൊരു കുട്ടി സ്വന്തം ഞാൻ കുട്ടികൾ തമ്മിൽ പ്രയാസമായി വഴക്കുണ്ടായ സമയത്ത് ഞാൻ അവരുടെ ഇടയിലേക്ക് കടന്നെന്നാണ്, അവരെ പിടിച്ചു മാറ്റാൻ കടന്നെന്ന്. ഒരു മാനസിക രോഗിയായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ജ്യോതി. അവളിങ്ങനെ കാല് തട്ടിയത്, മറ്റവളെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയെ ഇങ്ങനെ കാല് മടക്കി തട്ടിയതാണ്. അതെന്റെ കാലിലാണ് കൊണ്ടത്. സ്തോത്രം. ആ സമയത്ത് ആ കാലില് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. എങ്ങനാണെങ്കിലും അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ കാല് മുഴുവൻ നീരായി. അങ്ങനെ ആ ഒരു പ്രയാസം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വളരെ പ്രതികൂലത്തിലേക്ക് പോകാനിടയായി തീർന്നു. എനിക്ക് നടുവിന് കംപ്ലൈന്റ് ആയി. സ്വന്തം വളരെ പ്രതികൂലം, പ്രയാസം, എനിക്ക് നടക്കുവാൻ വയ്യാത്ത ഒരു വലിയ വേദനയിലേക്ക് ഞാൻ കടന്നു പോകാനിടയായി തീർന്നു. കാലിലൊരു ചെറിയ സ്പോട്ട് പോലെ, റെഡ് സ്പോട്ട് പോലെ കടന്നു വന്നു. അത് പിന്നെ വഷളായി, വല്ലാതെയായി. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ, ബജാജ് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അവിടുത്തെ ശുശ്രൂഷയുടെ ലീഡ് ചെയ്യുന്നത് ബിജാനായിരുന്നു, ബിജു തമ്പിയായിരുന്നു. ബിജാനെ ഹോസ്പിറ്റലൊക്കെ കാണിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. എല്ലാം കഴിഞ്ഞ് സ്വന്തം ആശ്വാസം കൊള്ളാതെ എന്റെ നടുവിന് ഒത്തിരി പ്രയാസമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളവിടെ കടന്നു വന്നു. പല കാര്യങ്ങളും ദൈവം എന്നെ കൊണ്ട് അവിടെ ചെയ്യിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു അവിടുത്തെ പല അനുഭവങ്ങള് എന്റെ ജീവിതത്തെ പണിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെച്ച് എന്നെ കാണിച്ചു തരുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരു ചക്ക അത് മുറിച്ചാല് സ്വത്രം അതിന്റെ കറ നമ്മളിൽ പറ്റും. സ്വത്രം. അത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടിലൂടെ എന്നെ കാണിച്ച് എന്നെ മനസ്സിലാക്കി തരുവാനിടയായി തീർന്നു. നമ്മൾ അവിടെ നിന്ന് സ്വത്രം ഇവരുമായിട്ട് നമ്മൾ വളരെ ഇടപഴകി അവരിൽ ഒരാളായി നമ്മൾ തീർന്നു കഴിയുമ്പോൾ സ്വത്രം ആ കറ നമ്മളിലേക്ക് പറ്റുവാനുള്ള സാധ്യത വളരെയുണ്ട്. എന്നാൽ ദൈവം അവിടെയും ഇതിനെ സൂക്ഷിപ്പാതെ കൊണ്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഛത്തീസ്ഗഡിൽ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച വേറൊരു സംഭവം കൂടി, 2 കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്വന്തം എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ അനുഭവമായിരുന്നു അത്. ഞങ്ങൾ ഇങ്ങനെ ഛത്തീസ്ഗഡില്
ഒറീസയിലേക്കുള്ള യാത്രയിലായിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സ്വത്രം ഒരു വലിയ ഗട്ടറിലേക്ക് ചെന്ന് ഈ ബൈക്ക് ചെന്ന് വീഴുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ ആ സീറ്റിൽ നിന്ന് പൊങ്ങി മുകളിലേക്ക് പോകാനിടയായി തീർന്നു. സ്വത്രം എനിക്കൊരു പിടിയുമില്ല. സ്വത്രം ഞാൻ എന്റെ കണ്ണടച്ച് എന്റെ ദൈവമേ എന്ന് വിളിച്ചത് മാത്രമേ എനിക്കറിയാം. പക്ഷെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണുന്നത് ഞാൻ ആ ഒരു കസരയിൽ ഇരിക്കുന്നത് പോലെ ആ വണ്ടിയുടെ സീറ്റിൽ വന്നിരിക്കുവാനിടയായി തീർന്നു. ദൈവം എന്നെ തന്റെ കരങ്ങളിൽ വഹിപ്പാനിടയായി തീർന്നു. ആ ദൈവത്തിന്റെ കരുതലോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വലിയ ദർശനം തരുവാനിടയായി തീർന്നു. കർത്താവ് വേറെയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഞാൻ കാണുകയാണ് സ്വത്രം രാത്രിയിൽ കിടന്നിറങ്ങി വെളുപ്പ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കാണുന്നത് സ്വത്രം സ്വർഗത്തിൽ നിന്ന് വലിയ മാലാഖമാരും കർത്താവും കൂടി ഇറങ്ങി വരികയാണ്. സ്വത്രം ഞാൻ നോക്കുമ്പോൾ താഴെ ഭൂമിയിൽ നിന്നും അനേക ദൈവമക്കൾ സ്വത്രം വെള്ള വസ്ത്രമായി പറന്നുയരുകയാണ്. സ്വത്രം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ 2 ദൈവിക അനുഭവങ്ങൾ ഈ വലിയ അനർത്ഥം വരുന്നതിന് മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ദേവദാസി ഇതുപോലെ തന്നെ വലിയൊരു ആക്സിഡന്റിൽ പെടുവാനിടയായി തീർന്നു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ മുൻകൂട്ടി അറിയിപ്പാനിടയായി തീർന്നു. ഇതുപോലെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു അനുഭവം തന്റെ ദാസിയെ കുറിച്ച് ദൈവാത്മാവിനെ കാണിച്ചു. ഞാനത് ചേച്ചിയുമായി ഷെയർ ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അനർത്ഥ വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവം ആ വിഷയത്തിന് നീക്കുപോക്ക് വരുത്തി. സ്വന്തം ഒരു ആക്സിഡന്റ് ഉണ്ടായെങ്കിലും വലിയ പ്രതികൂലത്തിൽ കടന്നു പോകാതെ ദൈവം സംരക്ഷിപ്പാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ നടത്തിപ്പുകളും ദൈവത്തിന്റെ വഴികളും ജീവിതത്തിൽ അനുഭവിപ്പാൻ ഓരോ നിമിഷവും ദൈവം ഇടയാക്കുന്നു. സ്വത്രം. അതിനുശേഷമാണ് ഞാൻ ബോംബെയിൽ വന്ന് അവിടുത്തെ വേലയിൽ കർത്താവിനെ ഉപയോഗിപ്പാൻ തോന്നുന്നു. പല കുഞ്ഞുങ്ങളും മാനസികമായ പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്നാൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുവാൻ അവരുടെ ജീവിതത്തെ സ്വന്തം പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ, അതായത് സ്വന്തം നമ്മൾ വെക്കേഷണൽ സ്കിൽ പ്രവർത്തന വർക്ക് പോലെ, അതായത് എംബ്രോയിഡറി ആയിട്ടും അതുപോലെ ക്യാൻഡിൽ മേക്കിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നമ്മള് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു മേഖല അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം അതിലൊക്കെയും ഭാഗമാകുവാൻ ദൈവം എന്നെ സഹായിച്ചതുപോലെ തന്നെ ഒരു കുടുംബം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കുടുംബമുണ്ട്. ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സഹോദരിയും അവരുടെ മകനും അതുപോലെ 2-3 കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടവും അതുപോലെ തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം സ്വന്തം ഒരു സിസ്റ്റർ അവര് സ്ട്രീറ്റിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീ സ്വന്തം അവരുടെ അടുത്ത ഒരു മകനുണ്ട്. അവന് 10 വയസ്സുണ്ടായിരുന്നു. അവര് ഈ സ്ട്രീറ്റിൽ ഒരു പാലത്തിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു. അവിടെ കിടന്ന കുട്ടിയുടെ കണ്ണ് നീറ് കടിച്ച് കണ്ണിന്റെ കാഴ്ച പോകാനുണ്ട്. ഒരു കണ്ണേ ഉള്ളൂ, ഒരു കണ്ണില്ല. സ്വന്തം അടുത്ത ഒരു കുഞ്ഞിനെ അവര് ക്യാരി ചെയ്തിട്ട് അവരെ പ്രസവിച്ചത് ഒരു പാലത്തിന്റെ അടിയിലാണ്. അവിടെ കിടന്ന് ആ കുട്ടി മരിച്ചു പോകാനിടയായി തീർന്നു. ആ കുട്ടി മരിച്ചുപോയി. ഇവർ വെള്ളം തൊടാതെ 10 ദിവസം വരെ ആ പാലത്തിന്റെ അടിയിൽ തന്നെ പ്രസവിച്ചിട്ട് കിടക്കുകയായിരുന്നു. സ്വന്തം വെള്ളം കണ്ടിട്ടില്ല അവര്. സ്വന്തം അവരെ പൊക്കിയെടുത്ത് നമ്മുടെ സ്റ്റാഫ് കൊണ്ടുവന്നു, നമ്മുടെ കയ്യിൽ എത്തിച്ചു. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പറയുകയാണ് സ്വത്രം ആ പ്രിയ സഹോദരിയെ ബോഡി മുഴുവൻ വൃത്തികേടെന്ന് പറഞ്ഞ നമ്മൾ അടുത്ത് ചെല്ലാൻ കഴിയാത്ത നാറ്റം, അത്ര നാറ്റം വമിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അവരെ പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ മുടിയെല്ലാം ജട പിടിച്ച് കൈകൊണ്ട് തൊടാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ സുവിശേഷത്തിന്റെ ഒരു പങ്കാളിയാകുവാൻ, സുവിശേഷ നിമിത്തം സകലവും ചെയ്യുമെന്ന് നമ്മളൊരു വാക്ക് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് അതിനെ മുദ്രയിട്ടാൽ നമുക്കത് നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ചെന്നപ്പോൾ സ്വത്രം ആ നിലവാരത്തിലുള്ളതാണ് കടന്നു വരുന്ന എല്ലാവരും. അറയ്ക്കത്തക്ക വിധത്തില് സ്വത്രം അടുത്തു കൂടാൻ കഴിയാത്ത വിധത്തിലുള്ള വൃത്തികളിൽ കഴിയുന്ന നാളുകള്, സ്വത്രം കുളിച്ചിട്ടില്ലാത്ത കുട്ടികള്, അവരെല്ലാം കൊണ്ടുവന്ന് വൃത്തിയാക്കി കുളിപ്പിച്ച് ഏറ്റവും സുന്ദരി കുട്ടികളാക്കി മാറ്റുവാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ശങ്കയുമില്ല, അല്ലെങ്കിൽ ഞാൻ അറച്ചു മാറി നിൽക്കുന്ന ഒരു അനുഭവമില്ല. എന്റെ മനസ്സിലെ ഒരു ഉത്സാഹം സ്വന്തം ദൈവം ആ സമയത്തൊക്കെ തരും. എന്റെ വീട്ടിൽ ഈ അനുഭവ സാക്ഷികൾ ഇന്നുവരെ അറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. സ്വത്രം ഞാൻ ഏറ്റവും
ശ്രേഷ്ഠമായ നിലയിൽ തന്നെ കർത്താവ് വേല ചെയ്യുന്നെന്ന് എല്ലാവരോടും ഞാൻ പറയും. പക്ഷെ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ ആരോട് ഞാൻ പറയാറില്ല. എന്റെ വീട്ടിൽ ഞാൻ പറയാറില്ല. ഞാൻ എല്ലായിടത്തും സേഫാണ്, സുരക്ഷിതമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം അവരുടെ ഹൃദയത്തിൽ സ്വന്തം സുവിശേഷ വേലയെ കുറിച്ച് ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകാൻ പാടില്ല. സ്വന്തം അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ വേല വിശ്വസ്തോടെ എന്നെ ഫലമേൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ. സ്വന്തം അങ്ങനെ വന്ന ഒരു കുട്ടിയാണ്. മാനസികമായിട്ട് വളരെ പ്രയാസമുള്ള ഒരു കുട്ടിയായിരുന്നു. അവളും ഇതുപോലെ തന്നെ മുടിയെല്ലാം ജട പിടിച്ച് വളരെ വൃത്തിഹീനമായ ഒരു കുഞ്ഞായിരുന്നു. സ്വന്തം അവള് ഇതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അവൾക്ക് ശരിയായ ഒരു സുബോധമില്ലായിരുന്നു. എന്നാൽ അതെല്ലാം ദൈവം അതിൽ നിന്നെല്ലാം ഈ കുട്ടികളെല്ലാം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എനിക്ക് റെസ്റ്റ് ഇല്ലാതെയുള്ള വർക്കായിരുന്നു. സ്വന്തം ഇതെല്ലാം ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവരുടെ ഫുഡ്, സ്റ്റാഫ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഫുഡ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാലും ബാക്കി എല്ലാം ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഉറക്കമില്ലാത്ത രാത്രികൾ. ഇവര് പറയും ഒരു കഥ നമ്മളോട് പറയും, നമുക്ക് ഇവിടെ അപ്ഡേറ്റ്സ് കൊടുക്കുകയും വേണം. ഇവർ ഒരു കഥ പറയും, സ്വന്തം അടുത്ത ദിവസം വേറൊരു കഥ പറയുന്നത്. ഇന്ന് പറയുന്ന കഥയല്ല നാളെ പറയുന്നത്. സ്വന്തം അങ്ങനെ ഞാൻ ഇവരെ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു. എനിക്ക് കൗൺസിലിംഗ് ക്ലാസ് ഒന്നും ദൈവം സ്വന്തം പുറത്തുനിന്ന് ആരും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ അവരെ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു. അവരുടെ സ്റ്റേജിൽ നിന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവര് ഒന്ന് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ സത്യമായിരിക്കും. ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം നമ്മൾ പറയാം. അങ്ങനെ സ്വത്രം ദൈവം ആ സ്ഥാനത്തെത്തി എന്നെ ഉറപ്പിച്ച് നിർത്തുവാനിടയായി തീർന്നു. 2010 സ്വത്രം എന്റെ ശരീരത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ അവിടെ നിന്ന് മടങ്ങി പോരുവാനിടയായി തീർന്നു നാട്ടിലേക്ക്. സ്വത്രം നാട്ടിൽ കടന്നു വന്നു. സ്വത്രം ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തെങ്കിലും എനിക്ക് സൗഖ്യം വന്നില്ല. സ്വത്രം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പറയാണ്. സ്വത്രം ഇങ്ങനെ 2017 സ്വത്രം ഞാൻ ഇങ്ങനെ ഒരു പ്രെയർ ഗ്രൂപ്പിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ പ്രെയർ ഗ്രൂപ്പിൽ കടന്നു എന്ന് ഞാൻ പ്രെയറിൽ സ്വത്രം സംബന്ധിക്കുമ്പോൾ തിരുവല്ലയിലാണ്. അവിടെ പ്രെയർ ഗ്രൂപ്പിൽ സംബന്ധിച്ചു. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ 40 ദിവസം ദൈവസന്നിധി ഉപവാസത്തോടും പ്രാർത്ഥനയുടെ ആയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ ഈ നടുവേദന എനിക്ക് വളരെ അസഹ്യമായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് എനിക്ക് അത് കഴിയത്തില്ല. അതിനു മുൻപ് ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് ഞാൻ കടന്നു ചെല്ലുമ്പോൾ 10 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ ആ ഡോക്ടേഴ്സ് പറഞ്ഞു വെയിറ്റ് ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് അത് കഴിയത്തില്ല. വെയിറ്റ് ഇട്ട് കിടക്കുവാൻ എനിക്ക് കഴിയത്തില്ലാത്തത് കൊണ്ട് സ്വന്തം ഞാൻ പറഞ്ഞു, സ്വന്തം അതെനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗുളി വാങ്ങിച്ചുകൊണ്ട് വന്ന ഗുളിയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. ഈ 40 ദിവസം ഞാൻ ദിവസത്തിന്റെ അതിനുശേഷം ഉപവസിച്ചു, ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് എന്നെ തൊടുവാനിടയായിരുന്നു. ആ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുക്കരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഞാൻ എന്റെ കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുവാനിടയായിരുന്നു എന്ന് ഞാൻ അനേക കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പറയുന്നു. എത്രത്തോളം വെയിറ്റ് എടുക്കാമോ അതെല്ലാം ഞാൻ ചെയ്യും. എനിക്ക് ഇന്നുവരെയും ആ നടുവേദന പിന്നെ വന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അനേക കാര്യങ്ങളില് ദൈവം എന്നെ വിടുവിപ്പാനിടയായി തീർന്നു. സ്വത്രം അവിടുന്ന് കടന്നു വന്ന ശേഷം ഞാൻ കേരളത്തില് സ്വത്രം കഥാവ് അല്ലെങ്കിൽ സ്വത്രം പിന്നെ എന്നെ ആക്കി വെച്ചത് ചിൽഡ്രൻസ് മിനിസ്ട്രി, അതായത് ചിൽഡ്രൻസ് ഹോമിലായിരുന്നു. സ്വത്രം അനേക കുഞ്ഞുങ്ങളെ സ്വത്രം അവരുടെ അമ്മയായി നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. സ്വത്രം അവരെയൊക്കെയും ഒരു ആരെയും വേറിട്ട് നിർത്താതെ വേണം. സ്വത്രം പാർഷ്വാലിറ്റി ഇല്ലാതെ വേണം എല്ലാവരും ഒരുപോലെ സ്നേഹിപ്പാൻ. സ്വന്തം അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ കൂടെ നിൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ. സ്വന്തം ഇങ്ങനെ സ്വന്തം അനേക വർഷങ്ങളായി ഇതിന്റെ ഇടയിൽ അനേക വിവാഹാലോചനകൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. സ്വന്തം ഇനി സമയങ്ങൾ നീണ്ടുപോയി, ഇനി ഒരു വിവാഹമില്ല എന്ന് വിചാരിച്ച് സ്വന്തം ഇനി വിവാഹം കഴിക്കുന്നില്ല എന്ന് പോലും ദൈവസന്നിധിയിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ നിർണയിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഇങ്ങനെ ഈ സമയങ്ങളിലൊക്കെയും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കർത്താവെ തിരിക്കണമെന്നാണ്. പലരും പറയുന്നു ഇനി വിവാഹം കഴിക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. ഈ ഞാൻ വിവാഹത്തിന് വേണ്ടി സ്വന്തം എനിക്ക് കടന്നു വന്ന
അനേക സഹോദരങ്ങൾ, അതായത് അനേക പ്രിയപ്പെട്ടവരിലൂടെ ഏതത് 50 100 ആൾക്കാരെങ്കിലും എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഇതിനിടെ ഈ ശുശ്രൂഷകളുടെ മേഖലയിൽ ഞാൻ പല മേഖലകളിൽ പോകും, എന്നെ തിരിച്ചു വിളിക്കും, കല്യാണമാണ്, ഇവിടെ വാ എന്ന് പറയുമ്പോൾ ഞാൻ കടന്നു വരും. എന്നാൽ അതൊന്നും അല്ലായിരുന്നു ദൈവത്തിന്റെ സമയം എന്ന് എനിക്ക് അത് കഴിയുമ്പോൾ മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2022 ഞാൻ വീണ്ടും ചിങ്ങവനത്ത് പല പ്രാവശ്യം ഞാൻ ഈ വടക്കേന്ത്യയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ചിങ്ങവനത്ത് വന്ന് നിൽക്കാറുണ്ട്. അവിടെ പ്രേയർസലിൽ കയറും, പ്രാർത്ഥനയിൽ ഞാൻ ഇരിക്കും. അങ്ങനെ മറിയാമാരി എപ്പോഴും പറയുമായിരുന്നു, കുഞ്ഞെ നീ വർക്ക് ചെയ്ത് ഇങ്ങനെ പോകാനല്ല, ഒരു ഇടവേളയുണ്ട്, ഒരു വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി കയറ്റുന്നത് പോലെ ഇവിടെ വന്നിരിക്കണം, പ്രാർത്ഥിക്കണം, എനർജി പ്രാപിക്കണം, പിന്നെയും നീ പോകണം. അങ്ങനെയുള്ള ഒരു നിർദ്ദേശം എന്നോട് എപ്പോഴും പറയുമായിരുന്നു. അത് എനിക്ക് എപ്പോഴും ഒരു പ്രയോജനമായിരുന്നു, ഗുണകരമായിരുന്നു. ഞാനിങ്ങനെ ദിവസങ്ങളിൽ കടന്നു വരികയും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ സ്വത്രം അങ്ങനെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നത്, ആ ലോൺ എടുത്ത ചേച്ചിയുടെ വിവാഹത്തിന് ലോൺ എടുത്ത കാര്യം. ആ ലോൺ എടുത്ത കാശ് എനിക്ക് ജോലി ചെയ്ത് അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്വത്രം തക്ക സമയമായപ്പോൾ ഞാൻ ഇതുപോലെ ചിങ്ങവനത്ത് വന്നിരുന്ന പേഴ്സണിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജപ്തി നോട്ടീസ് വന്നു. ഇനി പൈസ അടച്ചില്ലെങ്കിൽ എല്ലാം നഷ്ടമാകുമെന്നുള്ള സ്ഥിതി വന്ന് ആ ദൈവസന്നിധി ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് ഞാൻ ഒരു കുഞ്ഞുങ്ങളോടും പറഞ്ഞില്ല, ഇതുപോലെ ഈ കടബാധ്യതകൊണ്ട് ഇതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന നേരം വെളുക്കുന്നതിന് മുൻപേ പോയി ഞാൻ പ്രാർത്ഥിക്കാന്നറിയാം. പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വന്നപ്പോൾ സ്വത്രം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി ഇന്ന് എന്റെ കയ്യിൽ ഒരു 10,000 രൂപ, അതുവരെ എനിക്ക് 10,000 രൂപ ഒന്നും ഒരുമിച്ച് എന്റെ കൈ തന്നിട്ടില്ല. 10,000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ലോൺ അടയ്ക്കാനാ. ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ എന്നോട് ഇങ്ങോട്ട് പറയാണ്, ലോൺ അടയ്ക്കാനുള്ള കാശായത് കൊണ്ടുവന്ന് ലോൺ അടയ്ക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ കരുതൽ ഞാൻ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ആ പൈസ അപ്പോൾ തന്നെ ഓടിപ്പോയി ആ ലോൺ അടയ്ക്കാൻ. അന്ന് അടച്ചില്ലായിരുന്നെങ്കിൽ 12 മണിക്ക് മുന്നേ ഞാൻ പൈസ അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ ജപ്തി വരുമായിരുന്നു. എന്നാൽ ദൈവം കർത്താവിന് വേണ്ടി ഉള്ളവർക്കുള്ള ദൈവിക കരുതലുകൾ എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ സംഭവം എന്റെ ജീവിതത്തിൽ പിന്നെയും മുഖപ്പിച്ചു. അതിനുശേഷമാണ് ഈ സംഭവം ഇവിടെയും ദൈവിക കരുതലാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിരുന്നില്ല. ഹല്ലേലൂയ. സ്വന്തം എന്റെ കയ്യിൽ എന്ത് വരുന്നോ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഞാൻ ബന്ധപ്പെടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി എനിക്കെന്ന് പറയുന്ന ഒരു വസ്തു വാങ്ങിക്കുന്നതിന് പോലും, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നതിന് പോലും എനിക്ക് അങ്ങനെയുള്ള താല്പര്യമില്ല. ആരെങ്കിലും ആവശ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യം മാറ്റി വെച്ച് ഞാൻ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് എന്റെ സ്വന്തം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ 2022 ഞാൻ ചിങ്ങവനത്ത് നിൽക്കുമ്പോ സ്വന്തം പല ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പ്രേഴ്സണിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ആ സമയത്തൊക്കെ ആന്റിയുടെ ഫോൺ കോളുകൾ ഉണ്ടായിരുന്ന സമയം, TV പ്രോഗ്രാമിന്റെ ഫോൺ കോളുകൾ വരും, അത് അറ്റൻഡ് ചെയ്യും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പല അനുഭവങ്ങൾ അതിന്റെ ബന്ധത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ദൈവം അങ്ങനെ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ 2022 ആയപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് വയസ്സ് 46 വയസ്സായി, ഇനി ഞാൻ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിക്കുവാനിടയായിരുന്നു. കർത്താവ് എന്നെ അപ്പോൾ ഒരു ദർശനം എനിക്ക് കാണിച്ചു തരുവാനിടയായിരുന്നു. ഒരു ബൈക്ക് സ്വന്തം, അതിന്റെ പിറകില് സ്വന്തം ബൈക്ക് ഓടിക്കുന്ന വേറൊരാള്, സ്വന്തം അതിന്റെ പിറകിൽ ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആള് മാറിപ്പോയിട്ട് ഞാൻ ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നതായിട്ട് ഒരു കാഴ്ച എന്നെ കാണിക്കുവാനിടയായിരുന്നു. ഞാൻ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് എന്നാണ് നാഥാ ഇതിന്റെ അർത്ഥം എന്താണ് എനിക്ക് അറിയത്തില്ല. എനിക്ക് പരിചയമുള്ള ഒരു ആന്റിയെ ഞാൻ വിളിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുഞ്ഞാത് വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്താണ് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. ആ നിമിഷങ്ങളിൽ പല വിവാഹാലോചനകൾ ഒന്നിനു പറയും ഒന്നായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഭാര്യ ജീവിച്ചിരിക്കുന്നവർ കടന്നു വന്നു, ഭാര്യ മരിച്ചുപോയവർ കടന്നു വന്നു, മക്കൾ ഉള്ളവർ കടന്നു വന്നു, ഇങ്ങനെ പല നിലകളിലുള്ളവർ കടന്നു വന്നു. എന്നാൽ ഈ ആ സമയത്ത് എന്നെ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസൻ തന്റെ കൂട്ടുദാസി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാൻ ഇടയായിത്തീർന്നു. കിഡ്നി സംബന്ധമായ രോഗം
2 കിഡ്നി ഫെയിലായി പ്രിയപ്പെട്ടവളെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് മുൻപോട്ട് യാത്ര ചെയ്യേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് ഒരു വിവാഹം നടത്തണം നിശ്ചയിക്കപ്പെട്ട ഒരു നിശ്ചയിക്കണമെന്നുള്ള തീരുമാനത്തോടെ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയത്തില്ല, എന്റെ പക്കൽ ഒന്നുമില്ല, സ്വന്തം എന്റെ സഹോദരങ്ങളുടെ പക്കൽ ഒന്നുമില്ല, എനിക്ക് വേണ്ടി ആരും ഒന്നും കരുതിയിട്ടില്ല. എന്റെ മാതാവ് 2014 മരിക്കുവാനിടയായിരുന്നു. എനിക്ക് മാതാവുമില്ല, പിതാവുമില്ല, സഹോദരങ്ങൾ എല്ലാവരും കുടുംബസ്ഥരായി, അവർക്കെല്ലാവർക്കും തലമുറകളുണ്ട്, അവരുടെ മക്കളുടെ വിവാഹമായി, എല്ലാ നിലയിലും അവർ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പലരും പല അഭിപ്രായങ്ങൾ എന്നോട് പറയുവാൻ തുടങ്ങി. അറിയാം ആന്റി വളരെ ക്ഷീണതയാണ്. അവിടെ സഹോദരിമാരെ കുറിച്ച് എല്ലാവർക്കും ആകുലതകൾ ഉണ്ടാകുവാനിടയായിരുന്നു. ഇതിനു മുൻപിൽ തംസാൻ മരിച്ചു. സൂത്രം ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും വെച്ച് എല്ലാവരും ഓരോ അനുഭവങ്ങളും കാര്യങ്ങളും പറയും. എന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരൊക്കെ പലരും പറഞ്ഞു, കുഞ്ഞെ വിവാഹം വേണം, നീ വിവാഹം കഴിക്കാതെ നിൽക്കരുത്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഫോഴ്സ് ആയിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വെളിപ്പാട് ദൈവം എനിക്ക് തന്നു. ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലൊരു ദൈവദാസനുണ്ട്, അത് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ വെളിപ്പാട് കണ്ടിട്ടുള്ളത് ഞാൻ ശരി എന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. അന്ന് ആന്റി ഉണ്ടായിരുന്നു. ഞാൻ ആന്റിയോട് പോയി ഈ ആലോചനയുടെ കാര്യം ആന്റിയോട് പറഞ്ഞു. ആന്റി എന്ന് പറഞ്ഞു, പിന്നെ അത് ശരിയാ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഈ കാര്യത്തിന് അടുത്ത സ്റ്റെപ്പ് എടുത്തു. അവർ വന്ന് കണ്ട് സംസാരിച്ചു. ഞാൻ ആന്റിയോട് വന്ന് പറഞ്ഞു. ആന്റി എന്നോട് വേഗത്തിൽ പറഞ്ഞു, ഒരിക്കലും എനിക്ക് പ്രതീക്ഷയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. കർത്താവിന്റെ വേരോടുള്ള ബന്ധത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ ആരോടും 5 പൈസ എനിക്ക് ചോദിക്കുന്ന ഒരു പ്രകൃതമില്ല. ആരെങ്കിലും തന്നാൽ വേണ്ട എന്ന് പറയുന്ന അനുഭവമാണ്. എന്തെങ്കിലും വണ്ടിക്കൂലിക്ക് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, വേണ്ട ഇത് മതി. ഒരു കരുതുന്ന ആ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ആന്റി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായിരുന്നു. ആന്റി പറഞ്ഞു, കുഞ്ഞെ നീ ഭാരപ്പെടണ്ട, നമുക്ക് ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. ആന്റി സ്വന്തം പോലെ എന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ എന്റെ ആന്റി അടുത്ത് പറഞ്ഞു, ആന്റി എനിക്ക് അമ്മയില്ല, എനിക്കിവിടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന അമ്മ മാറിപ്പോയി, എന്റെ അമ്മ ആന്റിയാണെന്ന് പറഞ്ഞപ്പോൾ ആന്റി അത് ഏറ്റെടുത്ത് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഞാനുണ്ട് എന്നുള്ള ആ വാക്ക് സ്വന്തം എന്റെ അത്യാവശ്യ ഘട്ടത്തിന് ദൈവം ഒരു ദാസിയെ ഉപയോഗിക്കാൻ തക്കവരെയായിട്ട് എന്റെ ഭാഗത്തുള്ള സകല ക്രമീകരണങ്ങളും സ്വർഗത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു. എന്നോട് അതിനു മുൻപ് ഒരു ദൈവദാസികൾ ആലോചന പറഞ്ഞിരുന്നു, നിന്റെ വിവാഹ സമയത്ത് നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെടുമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ വാക്തത്വം പോലെ തന്നെ കർത്താവ് എനിക്ക് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെടുത്തുവാൻ തക്കവരെയായിത്തീർന്നു. ആ വിവാഹ സ്വന്തം ദൈവത്താൽ അത് നടത്തപ്പെടുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ 2023 വിവാഹിതയായി സ്വന്തം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ തന്നെയാണ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഒന്നായിരുന്നു, കർത്താവിന്റെ വേലയ്ക്ക് എനിക്ക് പ്രയോജനമായിരിക്കണം. ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒരു വീട്ടിനുള്ളിൽ ഒതുങ്ങിപ്പോയാൽ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് ഒരു ലാഭവുമില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും പോലെ എന്നെ സ്നേഹിക്കുന്നതും കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്നതുമാണ് ഒരു കർത്താവിന്റെ ദാസൻ എന്നെ എനിക്ക് നൽകി തരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്വന്തം ഞങ്ങൾ സ്വന്തം പലപ്പോഴും ചിന്തിക്കുന്ന പോലെ പലരും പറയുന്നത് പോലെ പ്രായം കൊണ്ട് വളരെ സ്വന്തം ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും സ്വന്തം എന്നോട് ചേർന്ന് സ്വന്തം എന്റെ കർത്താവിന്റെ വേലയ്ക്ക് ഒരു വളരെ കൈത്താങ്ങാണ്. എവിടെ ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞാലും, എവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ അവിടെ കൊണ്ട് എത്തിക്കും. എത്ര തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു നിലയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വതന്ത്രന്റെ ദാസൻ വളരെ വർഷങ്ങളായി ഇന്ത്യയുടെ വേലയുള്ള ബന്ധത്തിലായിരുന്നു. സ്വതന്ത്രന്റെ വേലയില് ഈ നെടുമങ്ങാട് ഏരിയയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇത് 6 വർഷം ആയിട്ടേ ഉള്ളൂ കർത്താവിദാസൻ സ്വതന്ത്ര സഭയുടെ വേലയുള്ള ബന്ധത്തിൽ അതുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വതന്ത്ര കർത്താവിന്റെ ഹിതം പോലെ ദൈവത്തിന്റെ വേലയില് ഈ ദ്വാരത്തിൽ ഞാൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം എന്റെ ജീവിതത്തെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാനിടയായിരുന്നു. എനിക്ക് സ്വതന്ത്രമായിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ
ഒരു തടസ്സവും കൂടാതെ കടന്നു പോകുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള സാവകാശങ്ങൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ കടന്നു വരുന്നതിന് മുൻപേ അതുപോലെ എനിക്ക് വേണ്ടി മുൻകരുതിയതുപോലെയാണ് സ്വത്ര ശുശ്രൂഷയ്ക്കായി വേദികൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്വന്തം ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടില്ലാത്ത ജനം, കണ്ടിട്ടില്ലാത്ത സ്വന്തം ഇടങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം ഇന്നുവരെയും പോയിട്ടില്ലാത്ത സ്റ്റേജുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്വന്തം ഇപ്പോൾ ഈ സ്വത്ര ലൈനിൽ ഹല്ലേലൂയ എനിക്ക് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ ദൈവം എനിക്ക് തന്ന ഈ അവസരവും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. സ്വന്തം ഈ ഒരു ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യഹോവ നല്ലവനെന്ന് വിളിച്ചറിയുവിൻ, അവനെ ശരണം പ്രാർത്ഥന ഭാഗ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് മുതൽ ഹല്ലേലൂയ സ്തോത്രം ബൈബിൾ കോളേജിൽ പഠിച്ച നാളെ മുതൽ എന്റെ ഹൃദയത്തിലെ സ്തോത്രം കർത്താവിന്റെ ദാസി ആക്കി പഠിപ്പിക്കുമ്പോൾ സ്തോത്രം സുവിശേഷീകരണത്തിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് വളരെ ശക്തമായി ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ആത്മാവില്ലാതെ സ്വന്തം ഒരു കാര്യവും ചെയ്യുവാൻ കഴിയത്തില്ല. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അതിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ, എവിടെ കടന്നു പോയാലും ആ ആത്മനിയോഗത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ അതിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്ര. ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നും ഇന്നലെയും ഇന്നേക്കും അവൻ അനന്യനായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ജീവപര്യന്തം വഴി നടത്തും എന്നുള്ള ആ വചനം പോലെ തന്നെ കർത്താവിന്റെ ജീവപര്യന്തം വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിനങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ ഹല്ലേലൂയ കരങ്ങളിലോ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ആലയത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്വന്തം അത് പൂർത്തീകരിച്ച് ആ ഏരിയയിൽ ഞങ്ങൾ പുതുതായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്വന്തം ഇപ്പോൾ സ്വന്തം 4-5 കുടുംബങ്ങൾ വരുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുന്നു. ആലയത്തിന്റെ പണി പൂർത്തീകരിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ അവിടെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലയത്തിന്റെ പണിയുടെ പൂർത്തീകരണത്തിന് ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നടത്തുന്ന വഴികളിൽ ദൈവത്തിന്റെ വേലയില് ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ ഹല്ലേലൂയ ദൈവ മഹത്വമുള്ള പ്രവൃത്തി നിങ്ങളോട് ചെയ്തെടുക്കുവാൻ സ്വന്തം വഴികളെ കുടുംബമായി ദൈവം ഉപയോഗിക്കേണ്ടതിന് വേണ്ടി ദൈവകാര്യങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്വന്തം ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോട് നന്ദി അറിയിക്കുന്നു. എനിക്ക് സ്വന്തം ജോലിയെ കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ലായിരുന്നു. എന്നാൽ സ്വന്തം എന്നെ പരിചയപ്പെടുത്തി എന്നെ അറിയാവുന്ന ദാസൻ അല്ലെങ്കിൽ വിശ്വാസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഒരുക്കി തരുവാൻ കർത്താവിദാസൻ അല്ലെങ്കിൽ തന്റെ ദാസിയോട് സംസാരിക്കാൻ ഇടയായി തീർന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ മഹത്വം കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിദാസിയോട് നന്ദി അറിയിക്കുന്നു. അല്ലെങ്കിൽ സ്വന്തം അറിയുവാൻ ഒത്തിരി അനുഭവങ്ങൾ അതിലുണ്ടെങ്കിലും ഈ സമയപരിധിക്കുള്ളിൽ സ്വന്തം ഇത്രത്തോളം സംസാരിക്കാൻ എത്രത്തോളം സാക്ഷി പറയുവാൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ തന്ന നല്ല അവസരത്തോട് നന്ദി പറയുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് അനേക വർഷങ്ങൾ ഒറ്റയ്ക്ക് നടന്ന് ശുശ്രൂഷിപ്പാന് കർത്താവ് ഇടയാക്കി തീർത്തു. അനേകരെ പരിചരിപ്പാന് കർത്താവിന്റെ നാമനിമിത്തം അനേക ഇടങ്ങളില് ഒന്നുമില്ലാത്തയിടത്ത് കടന്നു ചെല്ലുവാനും അനേക കുഞ്ഞുങ്ങളെ ശുശ്രൂഷിപ്പാനും എയ്ഡ്സ് രോഗികളെയും മാനസിക നില തെറ്റിയവരെയൊക്കെ ശുശ്രൂഷിപ്പാനും സേവനം ചെയ്യുവാനും അങ്ങനെ കർത്താവിന്റെ ദാസിയെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് ഒരു 46-47 വയസ്സായപ്പോൾ കർത്താവ് ഒരു നല്ല കുടുംബജീവിതവും കർത്താവ് കൊടുത്തു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആരെയും ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ലെന്നുള്ളതിനൊരു ഉത്തമ സാക്ഷ്യമാണ് പ്രിയ കർത്താവിന്റെ ദാസി. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായ ദൈവത്തിന്റെ വചനമാണ്. അതുപോലെ പ്രകാശമാകുന്ന ഒരു ജീവിതം നയിപ്പാന് പിന്നെയും ഇപ്പൊ കുടുംബമായി ചേർന്ന് കർത്താവിന്റെ വേലയിലായിരിക്കാന് പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നിങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങളെ ചെയ്യുവാന് കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നന്ദി അറിയിക്കുന്നു. താങ്ക് യു സിസ്റ്ററെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ദൈവദാസിയൊന്ന് പ്രാർത്ഥിച്ചാൽ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, നിലപ്പെടുന്ന സമയത്തിനായ നന്ദിയുള്ള ഹൃദയത്തോടെ എനിക്ക് സ്തോത്രം ചെയ്തു കർത്താവേ.
ഈ നല്ല സന്ധ്യയുടെ യാമത്തിലെ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ, സ്വന്തം കർത്താവെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ സ്വന്തം ഈ ദൈവ സാക്ഷികളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാക്ഷ്യം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് ജീവനും ചൈതന്യമായി തീരണനായി പ്രാർത്ഥിക്കുന്ന വിവിധമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കാരും പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ കർത്താവെ, നീ അവരുടെ അത്ഭുതങ്ങളെ ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സർവശക്തന്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോസ്കാരിക്കായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. ദൈവിക ശുശ്രൂഷ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദൈവിക ദൗത്യം ഹല്ലേലൂയ സ്തോത്രം ആത്മാവിൽ ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. വലിയ ദൈവമഹത്വ കർത്താവെ. ഹല്ലേലൂയ, ഈ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രോഗ്രാമുകളിൽ വെളിപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്നതിൽ കടന്നു വന്ന് സാക്ഷി വരുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ ചൈതന്യമായി ഹല്ലേലൂയ ജീവൻ ചൈതന്യമായി തീരുന്ന ദൈവിക സാക്ഷികളെ പ്രസ്താവിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ യാത്രയെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നേ കർത്താവേ. എല്ലാ വീഴ്ചയായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ദൈവികമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥനകളും യാത്രകളും കേട്ടതിനായി സ്തോത്രം. സഹായിച്ച ദൈവത്തിന് മഹത്വം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഓക്കെ.